അമ്മേ, എവിടുന്ന അമ്മേ കത്ത്? അറിയില്ല. പൊട്ടിച്ച് വായിക്കമ്മേ, എന്താണെന്നറിയാമല്ലോ. വായിക്കണോ? ദേവികയ്ക്ക് വന്നതല്ലേ. ഇപ്പോഴാണെങ്കി അവളുടെ നാക്കിനൊരു ലൈസൻസും ഇല്ലാത്ത സമയം. വെറുതെ എന്തിനാ ഒരു വഴക്ക്? അമ്മ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ? ആ ലെറ്റർ ഇങ്ങ് താ അമ്മേ. അമ്മയ്ക്ക് പറ്റില്ലെങ്കിൽ ഞാൻ പൊട്ടിക്കാം. അങ്ങോട്ട് കൊടുക്ക് പാർവതി, എന്താന്ന് അറിയാലോ. അങ്ങോട്ട് കൊടുക്കുന്നേ. വായിക്കും. എന്താ എന്താ കാര്യം? എന്താ പാർവതി? ജോലിക്കുള്ള ഉത്തരവാ. സുധിസാറിന്റെ ജോലിയെ ദേവിക്ക് കിട്ടി. അയ്യോ, ആശ്രിത നിയമനം, ഡൈയിങ് ഇൻ ഹാർനസ്. ഈശ്വര, അതെങ്ങനെ സംഭവിച്ചു? ഇത് അനീതിയല്ലേ മുത്തശ്ശി? സുധിസാറിന്റെ ഹൃദയം വിറ്റ് കിട്ടിയ പണം മുഴുവനും ആരാ എടുത്തത്? ദേവിയേട്ടത്തെ. ഈ ജോലി അവർക്ക് കിട്ടാന്ന് വെച്ചാ അതെങ്ങനെ ശരിയാവും? ശരിയാണല്ലോ പാർവതി, ഇതിങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ എന്താ മിണ്ടാ നിൽക്കുന്നേ? ഇനി എന്ത് പറയാനമ്മേ? ഞാനൊരു അമ്മയല്ലേ, ഞാനിതെങ്ങനെ സഹിക്കും? ആ ജോലി കിട്ടേണ്ടത് നിത്യക്കായിരുന്നു. ആ ജോലിയാ അവരിപ്പോ തട്ടിയെടുത്തിരിക്കുന്നത്. ഏത് ജോലി? മോളെ, ദേവിക്ക് ജോലി കിട്ടിയടി. നമ്മുടെ സുതിമോന്റെ ജോലിയാ അവക്ക് കിട്ടിയിരിക്കുന്നേ. ജോലിയുടെ ഓർഡർ വന്നു. ഓ, അതിനാണോ ഇത്ര ബഹളം? ഇതൊരു സീരിയസ് ആയ ഇഷ്യൂ അല്ലേ നിത്യക്കുട്ടി? സുധിസാറിന്റെ സഹോദരിയല്ലേ നീ? നിനക്കല്ലേ അത് കിട്ടേണ്ടിയിരുന്നത്? സുധിയേട്ടന്റെ ഭാര്യ ഉള്ളപ്പോഴോ? നിയമത്തെ കുറിച്ചൊന്നും ശരത്തേണ്ണ അറിയില്ലെന്ന് തോന്നല്ലോ. അത് പിന്നെ അവർക്ക് ഹൃദയം വിറ്റ പൈസ കിട്ടിയില്ലേ? എന്ത് പൈസ കിട്ടിയാലും സർവീസിലിരിക്കുമ്പോ ഒരാൾ മരിച്ച അയാളുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ ആണ് ജോലിക്ക് അർഹത, അല്ലാതെ സഹോദരിക്കല്ല. പിന്നെ എനിക്കാ ജോലി എന്തായാലും വേണ്ട. അല്ലെങ്കിൽ ഞാനെന്തിനാ ജോലിക്ക് പോകുന്നു? എനിക്കതിലൊരു താല്പര്യവും ഇല്ല. അല്ലെങ്കിൽ തന്നെ അവരുടെ ജോലി തട്ടിയെടുക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. അങ്ങനെ ചെയ്താ ഏട്ടന്റെ ആത്മാവ് എന്നോട് പൊറുക്കില്ല. ശരി, നിത്യമോക്ക് വേണ്ടെങ്കിൽ വേണ്ട. അമ്മയ്ക്ക് അർഹതയുണ്ടല്ലോ. അമ്മയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ അതിനൊരു അർത്ഥം ഉണ്ടായിരുന്നു. ഇന്നലെ കയറി വന്നൊരു പെണ്ണ്, അതും ഓരോ ദിവസം പോലും സുധിസാറിനോട് ജീവിച്ചില്ലെന്ന് ഓർക്കണം. ആ അവൾക്ക് ഈ ജോലി കിട്ടിയ അതുകൊണ്ട് ഈ കുടുംബത്തിന് എന്താ ഗുണം? നാളെ അവള് വേറൊരു കല്യാണം കഴിച്ച് വേറൊരു ജീവിതം തുടങ്ങും. മകനെ പ്രസവിച്ച് കഷ്ടപ്പെട്ട് വളർത്തി ഇത്രയാക്കിയ അമ്മ വയസ്സാം കാലത്ത് ഇവിടെ കിടന്ന് നരയിക്കും. എല്ലാം ഒതുക്കത്തി ചെയ്തത് അവള് തന്നെ ആയിരിക്കും. ആ മനോഹരനൊന്നും അറിഞ്ഞു കാണത്തില്ല. അതെങ്ങനെ? ആ വക്കീലിനെ ആണല്ലോ അവള് കൂട്ടുപിടിച്ചിരിക്കുന്നേ. കുരുട്ടുബുദ്ധി ആയിരിക്കും അവന് ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നേ. ആര് ഉപദേശമാണെങ്കിലും ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങളിത് സമ്മതിച്ചു കൊടുത്താ ഈ വീടിന് കിട്ടേണ്ട ഒരു വലിയ സഹായമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. അത് മറക്കണ്ട. എടുക്കുകയാണ് നീ. ഒതുക്കത്തിലങ്ങ് സാധിച്ചെടുത്തല്ലേ? എന്ത്? അയ്യോ, അവക്കൊന്നും അറിയത്തില്ല. എന്തിനാടി ഈ നാടകം? ആരെ കാണിക്കാനാ? സത്യം പറയടി, ഈ ജോലി നിനക്ക് എങ്ങനെ കിട്ടി? എന്ത് ജോലി? എന്തുകൊണ്ട് നീ അതിനെ അപേക്ഷിക്കുന്നതിന് മുമ്പ് ഞങ്ങളോട് ആലോചിച്ചില്ല? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മുത്തശ്ശി.
സുധിയുടെ ജോലി നിനക്കെങ്ങനെ കിട്ടിയെന്നാ ചോദിച്ചത്. ആരുടെ സമ്മതം വാങ്ങിയിട്ടാ നീ അതിനെ അപേക്ഷിച്ചത്? ആ ഓ അതാണോ? അത് വന്നോ? വന്നു, നോക്ക്.